ആൻഡ് ഇന്ന് തൊട്ട് ഒഫീഷ്യലി നമ്മുടെ ഓണം ക്ലാഷ് മൂവി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് വിത്ത് ഖലീഫ. ആൻഡ് ഖലീഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു അൺഅപ്പോളജറ്റിക് ഔട്ട് ആൻഡ് ഔട്ട് മാസ് കമേഴ്ഷ്യൽ സിനിമയാണ്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലാണ് പൃഥ്വിരാജിന്റെ പ്രസൻസ് ഈ മൂവിനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതും പൃഥ്വിരാജിന്റെ സ്വാഗ് ഈ മൂവിനെ നല്ല രീതിയിൽ തന്നെയാണ് ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. ബട്ട് സ്വാഗ് ഒരു പൊടിക്ക് കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് അറ്റ് ടൈംസ് നമുക്ക് തോന്നിപ്പോയത് പൃഥ്വിരാജിന്റെ ഫാഷൻ ഷോ കൂടിയാണെന്ന്. ബിക്കോസ് ഭയങ്കര ഓരോ സീൻ മാറുന്തോറും പൃഥ്വിരാജ് കംസ് ഇൻ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്സ്. ആൻഡ് യെസ്, ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി എടുത്തു പറയേണ്ടതാണ്, ഡൺ ബൈ യാനിക് ബെൻ. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫിയാണ്, ഹാൻഡിൽ ബൈ ജോമോണ്ടി ജോൺ. ബട്ട് അറ്റ് ടൈംസ് ഐ ഫെൽറ്റ് ചില സീനുകൾ ഭയങ്കര ഗ്രേനി ആയിട്ട് തോന്നി. അത് പ്രൊജക്ഷന്റെ പ്രശ്നമാണോ അതോ ആ ഒരു സീൻ്റെ ഇതാണോ എന്ന് എനിക്കറിയില്ല. നെക്സ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ചമ്മൻ ചാക്കോയുടെ എഡിറ്റിംഗ്. ഹി ഹാസ് ഡൺ എ വെരി നൈസ് ജോബ് ഇൻ എഡിറ്റിംഗ് ദിസ് മൂവി. ഈ മൂവി അറൌണ്ട് ഒരു 2 hour 40 minutes അടുത്തുണ്ട് ഈ മൂവിയുടെ ഒരു ഡ്യൂറേഷൻ തന്നെ. ചമ്മൻ ചാക്കോ അത്യാവശ്യം നല്ലൊരു ക്രിസ്പ് എഡിറ്റിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നൗ എനിക്ക് ഇതിന്റെ അകത്തൊരു പോരായ്മയായിട്ട് തോന്നിയത് ദിസ് മൂവി സ്റ്റോറി ലൈൻ ആണ്, ഈ മൂവിയുടെ പ്ലോട്ടാണ്. ഈവൻ ദോ ജിനോ വി എബ്രഹാം ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ജിനോ വി എബ്രഹാം ഇന്നോവേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ പ്ലോട്ട് ലൈനിൽ പ്രത്യേകിച്ച് ഒരു ഇന്നോവേഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സകല സ്മഗ്ലർ മൂവീസിലുള്ള അതേ ക്ലീഷേ സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ മൂവിയുടെ അകത്തും ഉള്ളത്. ആൻഡ് വാട്ട് മേക്സ് ദിസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈശാഖിന്റെ മേക്കിംഗ് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ മൂവിയുടെ മേക്കിംഗ് കൊണ്ടുപോയിട്ടുള്ളത്. സോ വൈശാഖ് മേക്സ് ദിസ് മൂവി ബെറ്റർ ത്രൂ ഹിസ് മേക്കിംഗ്. സ്റ്റോറി ലൈനിൽ പ്രത്യേകിച്ച് ഒന്നും പുതുമ പ്രതീക്ഷിക്കാനൊന്നുമില്ല. ഇറ്റ് ഹാസ് എ ക്ലീഷേ സ്റ്റോറി ലൈൻ. പിന്നെ ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു സീനിൽ ദർ വാസ് എ ക്ലീഷേ ബ്രേക്കിംഗ്. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് യെസ്, ഈ മൂവിയുടെ മെയിൻ ആന്റഗണിസ്റ്റ് ഭയങ്കര വീക്ക് ആയിരുന്നു. നീലിത് മുകേഷ് ആണ് ഫിലിമിന്റെ അകത്ത് മെയിൻ വില്ലനായിട്ട് വരുന്നത്. ആൻഡ് പുള്ളി ഒട്ടും ത്രെറ്റ് ഇമ്പോസ് ചെയ്യാത്ത രീതിയിലാണ് പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ. പിന്നെ എനിക്കൊരു മിക്സഡ് ഒപ്പീനിയൻ ഉള്ളത് ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ആയിരുന്നു. അറ്റ് ടൈംസ് ഇറ്റ് വാസ് ഗ്രേറ്റ്, അറ്റ് ടൈംസ് ഭയങ്കര അണ്ടർവെൽമിംഗ് ആയിട്ടും എനിക്ക് തോന്നി. ആൻഡ് യെസ്, ക്യാമിയോസ് എല്ലാവർക്കും പറയുമ്പോൾ ഇതിന്റെ അകത്ത് മോഹൻലാലിന്റെ ഒരു ക്യാമിയോ ഉണ്ടെന്ന്. ഓൾസോ അതിന്റെ അകത്ത് ഓൾറെഡി ഇന്റർവ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന്റെ ക്യാരക്ടറിനെ ആ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ മൊത്തം ഇങ്ങനെ ഹൈപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. മിക്സഡ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു റിവീൽ വാട്ട് ഐ ഡിഡ് നോട്ട് ലൈക്ക് അബൌട്ട് ഇറ്റ്. അതിനെ കുറിച്ച് എന്താണ് എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. ടു എൻഡ് ഖലീഫ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡീസന്റ് മാസ് എന്റർടൈനിങ് മൂവി ആയിരുന്നു. അത്യാവശ്യം നല്ല കൊമേഴ്ഷ്യൽ എലിമെന്റ്സ് ഒക്കെ ഉള്ള ഫാൻ ബോയ് മൊമെന്റ്സ് ഒക്കെ തരുന്ന ഒരു മൂവി ആയിരുന്നു. യെസ്, അതിന്റെ ഒരു കോർ പ്ലോട്ടിന് അത്ര ഡെപ്ത് ഇല്ലെങ്കിലും ആ ഒരു എന്താ പറയാ, ആ ഒരു ഫാൻ ബോയ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെ അതിനെ കവർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ദാറ്റ്സ് ഖലീഫ ഫോർ യു. ടേക്ക് കെയർ.